കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 5 ദ ഹണി മാംഗോ ട്രീ എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം അറ്റ് 2310. There are people around us who love nature and take care of it. അതായത് ഈ പ്രകൃതിനെ സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതുമായ ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. If we take care of nature, what will it give us in return? അപ്പോൾ നമ്മൾ ഈ പ്രകൃതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ച് എന്ത് തരും? Read the story given below. The Honey Mango Tree എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. നമുക്ക് വായിക്കാം. You know, this tree has a special place in my heart. Rashid, my neighbor, said to me as we stood under the mango tree. അങ്ങനെ ഞാനും റഷീദും, അതായത് എൻ്റെ അയൽവാസിയായ റഷീദും കൂടെ ഒരു മാവിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് റഷീദ് പറഞ്ഞു, നിനക്കറിയോ, ഈ മാവിന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട്, വളരെ സ്പെഷ്യൽ പ്ലേസ്. അപ്പം എന്താണ് റഷീദ് പറഞ്ഞത്? പിന്നെ റഷീദ് paused as his son, a young boy of 16, walked up with a plate of ripe mango slices. അപ്പോൾ റഷീദ് ഈ സംസാരം ഒന്ന് നിർത്തി. എന്താ കാരണം? ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ, ഒരു 16 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പ്ലേറ്റിൽ കുറച്ച് മാങ്ങ ചെത്തി വെടുപ്പാക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുവരികയാണ്. Did you like the mango? Rashid enquired after I had made a quick feast of it. അപ്പോൾ ഇത് കൊണ്ടുവച്ച ഉടനെ ഞാനത് അങ്ങോട്ട് ഫുള്ള് വേഗം തിന്ന് തീർത്തു. ഇത് കണ്ടിട്ട് റഷീദ് ചോദിക്കുക, ഡിഡ് യു ലൈക്ക് ദ മാംഗോ? എനിക്ക് ഈ മാങ്ങ ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ഇറ്റ്, ഇഷ്ടപ്പെട്ടോന്നോ? ഇറ്റ് ടേക്സ് ലൈക്ക് ഹണി, അത് നല്ല തേന് പോലെ രുചി. ഓക്കെ, ഡിഡ് യു പ്ലാന്റ് ദിസ് ട്രീ? നിങ്ങളാണോ ഈ മാവ് കുഴിച്ചിട്ടത്? നോട്ട് എക്സാക്ട്ലി, ശരിക്കും ഞാനല്ല. ദിസ് മാംഗോ ട്രീ ഹാസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഈ മാവിൻ്റെ പിന്നിൽ ഒരു നല്ല രസകരമായ കഥയുണ്ട്. ദാറ്റ്സ് വൈ ഐ സെഡ് ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന് ഈ മാവിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അങ്ങനെ റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ സ്റ്റോറി. അപ്പോൾ റഷീദ് കഥ പറയാൻ ആരംഭിച്ചു. ആ ഒരു സീനാണ് നമ്മൾ ഇവിടെ കാണുന്ന. ഒരു മാങ്ങയെല്ലാം തിന്ന് കഥ പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ. ഇറ്റ് ഹാപ്പൻഡ് ലോങ് എഗോ. വളരെ കാലങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവം. ഐ വാസ് എ യങ് ബാച്ചിലർ. ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, വിവാഹം ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത വ്യക്തി. ഐ ഹാഡ് ഗോൺ ടു വിസിറ്റ് മൈ യങ് ബ്രദർ ഹു വാസ് എ പോലീസ് ഇൻസ്പെക്ടർ. പോലീസ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന എൻ്റെ അനിയനെ കാണാനായിട്ട് ഞാൻ പോയതായിരുന്നു. ഹി വർക്ക്ഡ് ഇൻ എ സ്മോൾ ടൗൺ അബൌട്ട് 75 മൈൽസ് അവേ ഫ്രം ഹിയർ. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 75 മൈൽ ദൂരെയായിരുന്നു ആ ടൗണ്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. അത് വളരെ ചൂടുള്ളൊരു ദിവസമായിരുന്നു. ഐ സെറ്റ് ഔട്ട് ഓൺ എ സ്ട്രോൾ ഇൻ ദ ഈവനിങ്. അതുകൊണ്ട് ഞാൻ വൈകുന്നേരമായപ്പോൾ ഒന്ന് വെറുതെ നടക്കാനിറങ്ങി. അതായത് സ്ട്രോൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു നടത്തം. ഐ ഹാഡ് നോട്ട് ഗോൺ ഫാർ വെൻ ഐ സോ ആൻ ഓൾഡ് മാൻ ലൈങ് അണ്ടർ എ ട്രീ. അതായത് ഞാൻ അധിക ദൂരം പോയിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഒരു പ്രായമായൊരു വ്യക്തി, ഒരു മനുഷ്യൻ, ഒരു മരത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് കണ്ടത്. ഹിസ് ബിയർഡ് വാസ് ലോങ് ആൻഡ് ഹിസ് ഹെയർ ഓവർഗ്രോൺ. അദ്ദേഹത്തിൻ്റെ താടി വളരെ നീളമുള്ളതായിരുന്നു, മുടിയാണെങ്കിൽ വളരെയധികം അതുപോലെ വളർന്നിരുന്നു. ഹി ലുക്ക്ഡ് അബൌട്ട് 80, ഏകദേശം ഒരു 80 വയസ്സ് പ്രായം തോന്നിക്കും. ആസ് ഐ അപ്രോച്ച്ഡ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഐ ഹേർഡ് ഹിം ഗ്രൗണിങ് ഇൻ പെയിൻ. അതായത് വേദന കൊണ്ട് ഞെരങ്ങുക. ഗ്രൗണിങ് എന്ന് പറഞ്ഞാൽ ഞെരങ്ങുക, തേങ്ങൽ എന്നൊക്കെ പറയും. ഹി ലുക്ക് ബാഡ്ലി ഇൽ. വളരെ അസുഖം വന്ന മാതിരി ഒരു മനുഷ്യനായിരുന്നു അത്. അതായത് അദ്ദേഹത്തിന് എന്തോ ഒരു സുഖമില്ലായ്മ ഞാൻ കണ്ടപ്പോൾ തോന്നി. Give me some water, son, he said in a hoarse whisper as he saw me. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ വളരെ ഞെരുക്കത്തിലെ ഒരു ശബ്ദം, അതായത് ഒരു പരുഷ ശബ്ദം. ഹോർസ് വിസ്പർ എന്ന് പറഞ്ഞാൽ ഒരു പരുക്കൻ ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു, ഗീവ് മീ സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം തരൂ മകനെ. I saw a pretty woman sitting at the sit-out of a house across the road reading a paper. അപ്പം ഞാൻ നോക്കി അവിടെയൊക്കെ എവിടെ നിന്ന് ഇപ്പോൾ വെള്ളം കിട്ടും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ റോഡിൻ്റെ മറുവശത്ത് ഒരു വീടിൻ്റെ വരാന്തയിൽ ഒരു പ്രിറ്റി ലേഡി, ഒരു നല്ല ഭംഗിയുള്ള സ്ത്രീ ഇരുന്നിട്ട് പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഐ ആസ്ക്ഡ് ഹെർ ഫോർ സം വാട്ടർ. ഞാൻ അവിടെ പോയി അവളോട് കുറച്ച് വെള്ളം ചോദിച്ചു. ഷീ വാസ് പസിൽഡ് ആസ് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് അവേ വിത്ത് ദ പിക്ചർ ഓഫ് വാട്ടർ. അതായത് ആ സ്ത്രീ എനിക്കൊരു ജഗ്ഗ് വെള്ളം എടുത്തു തന്നു. പിക്ചർ എന്ന് പറഞ്ഞാൽ ജഗ്ഗ്, ഓക്കെ, അല്ലെ മൊരട എന്നൊക്കെ പറയും. വെള്ളം എടുത്തു തന്നപ്പം ആ വെള്ളം കുടിക്കുന്നതിന് പകരം ഞാൻ അതായിട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പം
ഷീ വാസ് പസിൽഡ്. അവൾക്കൊരു സംശയം തോന്നി, അത് എന്താണ് ഇതിങ്ങനെ എന്ന് തോന്നി. ഐ ടോൾഡ് ഹെർ അബൌട്ട് ദ ഓൾഡ് മാൻ. അപ്പോൾ ഞാൻ ആ സ്ത്രീനോട് ഈ പ്രായമായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. ഷീ ഗോട്ട് അപ്പ് ആൻഡ് കെയിം വിത്ത് മീ. അത് കേട്ടപ്പം അവൾ അവിടുന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ വായിച്ചപ്പം പിക്ചർ ഗേവ് വാട്ടർ ഇൻ എ പിക്ചർ എന്ന് പറഞ്ഞില്ലേ, ആ പിക്ചർ എന്താ ഇവിടെ കാണുന്ന ഈ ജഗ് കണ്ടോ, ഈ ജഗ്ഗിനാണ് പിക്ചർ എന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞു, 75 മൈൽസ് അവേ, അതായത് ഒരു ദൂരം പറഞ്ഞിട്ടുണ്ട്, 75 മൈൽസ്. ഈ മൈൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ അത്ര ആർക്കും മനസ്സിലാവില്ല, കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തൊരു കാര്യം, ഒക്കെ കിലോമീറ്റർ ആണല്ലോ ഇപ്പം. അപ്പോൾ ഈ 75 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 120 കിലോമീറ്റർ. ഓക്കെ, നമുക്ക് മുന്നോട്ട് വായിക്കാം. When I gave the pitcher of water to the old man, he did something amazing. അപ്പോൾ ഞാൻ ഈ വെള്ളം, അതായത് ഈ മുരയുടെ വെള്ളം, ജഗ് വെള്ളം കൊണ്ടിട്ട് ആ വൃദ്ധന് കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു വളരെ അതിശയകരമായ ഒരു കാര്യം ചെയ്തു. He got up with great difficulty. വളരെ പ്രയാസപ്പെട്ടിട്ട് അദ്ദേഹം കിടക്കുന്നിടത്ത് എഴുന്നേറ്റു. Instead of drinking the water, he walked up to a withered sapling of a mango tree. അപ്പോൾ കുടിക്കുന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്ത്, അതിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് നടന്നുപോയി. എങ്ങോട്ടാണ് നടന്നു പോയത് അറിയോ? ഒരു മാവിൻ്റെ തൈ ഉണ്ട് അതിൻ്റെ അടുത്തേക്ക്. അത് വിതേർഡാണ്. വിതേർഡ് പറഞ്ഞാൽ വാടിയിരിക്കുന്ന ഒരു മാവിൻ തൈൻ്റെ അടുത്തേക്ക് നടന്നു പോയത്. ഇറ്റ് ഹാഡ് സ്പ്രൗട്ടഡ് ഫ്രം ദ സീഡ് വിച്ച് ഹാഡ് ബീൻ ത്രോൺ എവേ ബൈ എ വേഫെയർ. അതായത് വേഫെയർ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ, ഏതോ ഒരു വഴിയാത്രക്കാരൻ മാങ്ങ തിന്നിട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞൊരു വിത്ത് മുളച്ചതാണ്. സ്പ്രൗട്ടഡ്, മുളയ്ക്കുക, അങ്ങനെ മുളച്ച് വന്ന ഒരു തൈയാണത്. ദ ഓൾഡ് മാൻ poured half the water on it. ഈ കൊടുത്ത ജഗ്ഗിലെ പകുതിയോളം വെള്ളം ആ മാവൻ തൈക്ക് ഒഴിച്ചു കൊടുത്തു. ഹി വെന്റ് ബാക്ക് ടു ദ ട്രീ അണ്ടർ വിച്ച് ഹി ഹാഡ് ബീൻ റെസ്റ്റിംഗ്. പിന്നെ അദ്ദേഹം അവിടെ കിടന്നിരുന്ന ആ മരത്തിന്റെ ചോട്ടിലേക്ക് തിരിച്ചു വന്നു. ഹി സാറ്റ് ഡൗൺ, അവിടെ ഇരുന്നു. ഡ്രാങ്ക് ദ വാട്ടർ ആൻഡ് പ്രേയ്ഡ് സൈലന്റ്ലി. ബാക്കിയുള്ള വെള്ളം കുടിച്ചിട്ട് വളരെ നിശബ്ദതയോടെ, ശബ്ദമില്ലാതെ പ്രാർത്ഥിച്ചു. അങ്ങനെ അയാൾ പ്രാർത്ഥന എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഐ ആം യൂസഫ് സിദ്ദിഖ്, എൻ്റെ പേര് യൂസഫ് സിദ്ദിഖ് എന്നാണ്. എ ഫക്കീർ, ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സന്യാസിയാണ്. അങ്ങനെ ദ ഓൾഡ് മാൻ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്, അങ്ങനെ സംസാരം തുടങ്ങിയല്ലോ. ഐ ഹാവ് നോ കിഡ് ഓർ കിൻ, അങ്ങനെ എനിക്ക് സുഹൃത്തുക്കളില്ല, കുടുംബമില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. ഐ ഹാവ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ടൈം ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അങ്ങനെ എൻ്റെ മിക്ക സമയവും ഞാൻ ചിലവാക്കിയത് യാത്രയിലാണ്. ഓരോ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്ത് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കും. ഐ ആം റഷീദ്, ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. അപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തി, ഞാൻ റഷീദാണ്. ഐ ആം എ സ്കൂൾ ടീച്ചർ, ഞാനൊരു അധ്യാപകനാണ്. ഐ ആം ആസ്മ, ദ യങ് വുമൺ സെഡ്. അപ്പോൾ ആ ചെറുപ്പക്കാരി സ്ത്രീയും പറഞ്ഞു, ഞാൻ ആസ്മയാണ്. ഐ ആം എ സ്കൂൾ ടീച്ചർ ടു, ഞാനും ഒരു അധ്യാപികയാണ്. അപ്പോൾ ആ വൃദ്ധൻ എന്ത് പറഞ്ഞു? ഗോഡ് ബ്ലെസ് യു, നിങ്ങൾ രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദ ഓൾഡ് മാൻ ലേ ഡൗൺ അഗെയിൻ, അദ്ദേഹം വീണ്ടും അവിടെ കിടന്നു. ഹി വാസ് ഡൈയിങ്, ഏകദേശം അയാൾ മരിക്കാറായിരുന്നു, അത് അത്രയ്ക്കും ക്ഷീണിതനും ഒക്കെ ആയിരുന്നു. ഹി ബ്രെത്ത്ഡ് ഹീസ് ലാസ്റ്റ് ആസ് വി വാച്ച്ഡ്. അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം നിന്നുപോയി. ഐ വെന്റ് ഹോം ടു ഗെറ്റ് മൈ ബ്രദർ, വി ബറീഡ് ഹിം ഇൻ ദ ലോക്കൽ ഗ്രേവ്യാർഡ്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി എൻ്റെ സഹോദരനെ കൂട്ടി വന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ആ ലോക്കൽ ഗ്രേവ്യാർഡ്, ആ ലോക്കലായിട്ടുള്ള അവിടുത്തെ ശ്മശാനത്ത് മറവ് ചെയ്തു, അടക്കം ചെയ്തു. ബറീഡ് എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യുക. നമ്മളിപ്പം മുകളിൽ വായിച്ച ആ പാരഗ്രാഫിലെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ വരച്ച് കാണിച്ചത്. അതായത് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ കൊണ്ടു കൊടുത്തപ്പോൾ അദ്ദേഹം കുടിക്കുന്നതിന് പകരം ആദ്യം അവിടെയുള്ള ഉണങ്ങിയ ആ മാവത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അതാണ് ഈ കാണുന്ന സീൻ. ഐ ഹാഡ് ഫൗണ്ട് എ സം ഓഫ് 6 rupees ഇൻ ഹിസ് പോക്കറ്റ്. അപ്പോൾ ആ വൃദ്ധൻ്റെ പോക്കറ്റിൽ നോക്കുമ്പോൾ ഒരു 6 രൂപ കിട്ടി. ആസ്മ ആൻഡ് ഐ പുട്ട് ഇൻ 5 rupees ഈച്ച്. അപ്പം ഞാനും ആസ്മയും ഓരോരുത്തർ വിധ 5 രൂപ ഇട്ടു. ഐ ബോട്ട് സ്വീറ്റ്സ് ഫോർ ദ എമൗണ്ട് ആൻഡ് ആസ്മ ഡിസ്ട്രിബ്യൂട്ടഡ് ദം ടു ദ ചിൽഡ്രൻ അറ്റ് സ്കൂൾ. അങ്ങനെ ആസ്മ അതിന് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് അവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക് മിഠായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആസ്മ വാട്ടേർഡ് ദ സാപ്ലിംഗ് എവറി ഡേ. അങ്ങനെ ആസ്മ ദിവസവും ആ തൈക്ക് വെള്ളം ഒഴിക്കുമായിരുന്നു. ഇറ്റ് സൂൺ സ്പ്രൗട്ടഡ് ഫ്രഷ് ലീവ്സ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിന് പുതിയ പുതിയ ലീവ്സ് സ്പ്രൗട്ടഡ്, പൊട്ടി മുളച്ച് വരാൻ തുടങ്ങി. എ ലിറ്റിൽ ലേറ്റർ ആസ്മ ആൻഡ് ഐ വർ മാരീഡ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആസ്മയും റഷീദും കല്യാണം കഴിച്ചു. വെൻ ഐ ബിൽറ്റ് ദിസ് ഹൗസ്, ഞാൻ ഈ വീട് ഉണ്ടാക്കിയപ്പോൾ ഐ കെയർഫുള്ളി അപ്രൂട്ടഡ് ദ സാപ്ലിംഗ് ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ, വേരോടുകൂടെ ആ മാവത്തൈനെ എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആസ്മ ആൻഡ് ഐ പ്ലാന്റഡ് ഇറ്റ് ഹിയർ. ഞാനും ആസ്മയും കൂടെ അതിവിടെ
കുഴിച്ചിട്ടു. വി വാട്ടേർഡ് ഇറ്റ് റെഗുലർലി ആൻഡ് മെനുവേർഡ് ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്. ഞങ്ങൾ സ്ഥിരമായിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തു. മെനുവേർഡ് വളമായിട്ട്, ആഷ് ആൻഡ് കൗഡങ്, ആഷ് എന്ന് പറഞ്ഞാൽ വെണ്ണീര്, ഡങ് എന്ന് പറഞ്ഞാൽ പശുവിൻ ചാണം, ഇതൊക്കെ നല്ലോണം വളമായിട്ട് അതിന് കൊടുത്തു. വി ആഡഡ് സം ഹ്യൂമസ് ആൻഡ് ബോൺ മീൽ ലേറ്റർ. കുറച്ച് അത് വലുതായപ്പോൾ ഞങ്ങൾ അതിന് ജൈവവളവും ബോൺ മീൽ, എല്ലിൻ പൊടിയൊക്കെ കൂടെ ചേർത്ത് വളമായിട്ടിട്ട് കൊടുത്തു. ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കനോപ്പി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അത് വലുതായി, മരം വളരെ വലുതായി. റോസ് ടു ദ സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശത്തോളം ഉയർന്നു എന്നാണ് പറയുന്നത്. ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കനോപ്പി, അതായത് അതിൻ്റെ ശാഖകളൊക്കെ രണ്ട് ഭാഗത്തേക്കും വളരെ വളർന്ന് വലുതായി. അതാണ് കനോപ്പി എന്ന് പറഞ്ഞത്. കനോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഡ് ഇടുന്ന പോലെ, നമ്മൾ വീടിൻ്റെ സൈഡിലൊക്കെ ഒരു ഷെയ്ഡ് മാതിരി കിട്ടൂല, അങ്ങനെ ഒരു ഷെയ്ഡ് പോലെ ആയി ഇതിൻ്റെ മരങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട്. ആൻഡ് ഹിയർ യു ആർ, അതിൻ്റെ ചോട്ടിലാണ് നീ ഇപ്പം നിൽക്കുന്നത്. ഐ കെയർഫുള്ളി അപ്രൂട്ടഡ് ദ സാപ്ലിംഗ് ആൻഡ് ബോട്ട് ഇറ്റ് ഹോം എന്ന് നമ്മൾ വായിച്ചല്ലോ. അതാണ് ഈ ചിത്രത്തിൽ ഇവിടെ അവർ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, റഷീദ് വളരെ ശ്രദ്ധിച്ചിട്ട് ആ മാത്തൈ വേരോടുകൂടെ എടുത്തിട്ട് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അത് നടാനായിട്ട്. റഷീദ് സ്മൈൽഡ് പ്ലസന്റ്ലി ആൻഡ് പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ദ ട്രീ. അങ്ങനെ റഷീദ് വളരെ സന്തോഷത്തോടെ ചിരിച്ചു. പ്ലസന്റ്ലി സ്മൈൽഡ്, ചിരിച്ചുകൊണ്ട് ആ മരത്തിനെ ചുറ്റിപ്പിടിച്ചു. ആസ് ഐ ടേൺ ടു ഗോ ഹോം റഷീദ് സൺ കോൾ മീ ഫ്രം ബിഹൈൻഡ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് നടക്കാൻ ഒരുങ്ങി. ആ സമയത്ത് റഷീദിന്റെ മകൻ പിന്നിൽ നിന്ന് എന്നെ വിളിച്ചു. ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ് സം മാംഗോസ് റാപ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ കുറച്ച് മാങ്ങകൾ പൊതിഞ്ഞ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. മദർ ആസ്ക്ഡ് മീ ടു ഗിവ് യു ദിസ്. ഇതൊക്കെ നിങ്ങൾക്ക് തരാനായിട്ട് എൻ്റെ അമ്മ പറഞ്ഞു. ഐ സ്മൈൽഡ് താങ്ക് യു സൺ. ഞാൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങിയിട്ട് ആ മോനോട് നന്ദി പറഞ്ഞു. വി ലിവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ. നമ്മൾ അടുത്തടുത്ത അയൽവാസികളാണ്. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം. എന്നിട്ടും എനിക്ക് നിന്റെ പേരറിയില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു യൂസഫ് സിദ്ദിഖ്. അപ്പം യൂസഫ് സിദ്ദിഖ് എന്നോ? അതെ അങ്കിൾ, യെസ് അങ്കിൾ, യൂസഫ് സിദ്ദിഖ്. വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുമുട്ടിയ, യാദൃശ്ചികമായിട്ട് കണ്ട ആ ഒരു പ്രായമായ വ്യക്തിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ആ മാവിൻ്റെ തൈ മുറ്റത്ത് കൊണ്ട് കുഴിച്ചിട്ടത്. ആ സന്ദർഭം കൊണ്ട് തന്നെയാണ് ആസ്മേനെ കണ്ടുമുട്ടാനും പിന്നീട് അവർ വിവാഹം കഴിക്കാനും ഇടയായത്. അതുകൊണ്ട് അവർക്ക് ജനിച്ച ആ കുഞ്ഞിന് ആ പ്രായമായ വ്യക്തിയുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് റഷീദ് വിട്ടത്. ഓക്കെ സ്റ്റുഡൻസ്, ദ ഹണി മാംഗോ ട്രീ എന്ന ഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you for watching.